കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയ മലയാളി സംഘം തിരിച്ചെത്തി. എറണാകുളം മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ 12-അംഗ സംഘമാണ് തിരിച്ചെത്തിയത്. സൂര്യശ്രീ കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഏറെ ആശങ്കകൾക്കൊടുവിൽ കലാപത്തെ തുടർന്ന് നേപ്പാളിൽ കുടുങ്ങിയ കൊച്ചി മുളന്തുരുത്തി നിർമ്മല കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇവർ ട്രെയിൻ മാർഗം നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ ഈ മാസം 3-നാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എക്സ്പോയുടെ ഭാഗമായി കൊച്ചിയിൽ നിന്ന് നേപ്പാളിലേക്ക് തിരിച്ചത്. തുടർന്ന് 6-ാം തീയതി നേപ്പാളിലെത്തുകയും തുടർന്നുണ്ടായ കലാപങ്ങളിൽ അവിടെ നേപ്പാളിൽ അകപ്പെടുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഈ സംഘത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ലാലു പി ജോയാണ് ചേർന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നേപ്പാളിൽ ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നില്ലല്ലോ പോയിരുന്നത്, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇവിടുന്ന് പോകുമ്പം നമുക്കൊരു സിലബസ് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സും ലേണിംഗ് ഔട്ട്കം ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയതെങ്കിലും അത് പകരം വെക്കാനില്ലാത്ത അനുഭവങ്ങളും ലേണിംഗുമാണ്. കാരണം ഒരു ഇന്റർനാഷണൽ ഹിസ്റ്ററിയുടെ ഭാഗമാവുക, അത് വിറ്റ്നസ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിൽ പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തായിരുന്നു. അപ്പം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഞങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ ഒരു 2 ദിവസത്തെ വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2-ാമത്തെ ദിവസം വൈകുന്നേരമാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പം അതിനുശേഷം ഒരു 5 ദിവസത്തോളം ഞങ്ങൾക്ക് ഈ സേഫ് ഹൗസിൽ ഷെൽട്ടറിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ സ്റ്റക്കായ ആ ഒരു ആശങ്ക നിലനിൽക്കെ തന്നെ നിങ്ങൾ അവിടെ മരിച്ചു വീഴുന്ന ഒരുപാട് ആൾക്കാർ, അതായത് നിങ്ങൾ അവിടെ നിൽക്കെ തന്നെ ആദ്യം ഒരു 3 എന്ന മരണസംഖ്യ എത്തുന്നു, പിന്നീട് അത് വീണ്ടും മരണസംഖ്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് എങ്ങനെയാണ്? വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ചില്ല. ചെറിയ കാര്യങ്ങൾ പിന്നെ പെട്ടെന്ന് എസ്കലേറ്റ് ആവുന്നു. 2 ദിവസം പോലും എടുക്കാതെ ഒരു യുവജന പ്രക്ഷോഭം ഒരു രാജ്യത്തിന്റെ തന്നെ മന്ത്രിസഭയെ താഴെ ഇറക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് എന്ത് വലിയ കാര്യമാണ് ഞങ്ങൾ നേരിട്ട് വന്നുള്ളത്. അപ്പം നമുക്ക് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളെക്കാളും ഉപരിയായിട്ട് അവിടെ ജീവൻ പോയിട്ടുള്ള അവരോട് ഒന്ന് ഐക്യദാർഢ്യപ്പെടാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവിൽ താല്പര്യം. ജൻ സിയോട് തന്നെ ചോദിക്കാം, ആശങ്കയുണ്ടായിരുന്നു ഈ ഒരു കലാപമൊക്കെ നിങ്ങൾ നേരിൽ അനുഭവിക്കുകയായിരുന്നു അവിടെ നിന്ന്? ഒരു രാജ്യത്തിന്റെ എക്സിസ്റ്റൻസിന്റെ നിർണായകമായ ഒരു സിറ്റുവേഷൻ ആണത്. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ അതിന്റെ ഒബ്സർവേഷൻ ഞങ്ങൾക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തായിക്കോട്ടെ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്ര രീതിക്ക് ഒരു ആശങ്കയോ കാര്യങ്ങളോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഒരു വലിയ ലേണിംഗ് ആയിട്ടാണ് കാണുന്നത് ഇതിനെ. ഏതായാലും ഇവർ വലിയ ആശ്വാസം എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള നേപ്പാളിലെ ഒരു കലാപങ്ങളെല്ലാം നേരിട്ട് കണ്ടവരാണ്. അവരുടെ നാട്ടിലേക്ക് എന്നും മടങ്ങുന്നുള്ള ആശങ്കകളൊക്കെ മാറി ഇപ്പോൾ അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. നേപ്പാൾ അതിർത്തി വരെ എയർവേസിലും വിമാനമാർഗം എത്തി. പിന്നീട് ഗോരഖ്പൂരിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഇവർ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ ഇവിടെ നിന്ന് കോളേജുകളിലേക്ക് മടങ്ങും. നിർമ്മല കോളേജ്, മുളന്തുരുത്തി നിർമ്മല കോളേജിലെ 12-അംഗ സംഘമാണ് ഇപ്പോൾ കൊച്ചിയിൽ വളരെ എത്തിയിരിക്കുന്നത്. ഏതായാലും ആശ്വാസകരമെന്ന് തന്നെ പറയാം. നേപ്പാളിലെ കലാപത്തിൽ കുടുങ്ങിയ സംഘം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.